ഹലോ എവരിവൺ, ദിസ് ഇസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. ഇല്ലുസ്ട്രേറ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ടൂൾ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഗ്രേഡിയൻറ്റ് എന്നും അതിൻ്റെ യൂസ് എന്താണെന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം തന്നെ എന്താണ് ഗ്രേഡിയൻറ്റ്? ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു കളർ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പം ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്ലെയിൻ കളറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് റെഡിന് റെഡ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ്, ബ്ലൂവിന് അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ ആയിട്ട് വരും. എന്നാൽ നമുക്ക് അതായത് ബ്ലൂവും യൂസ് ചെയ്യണം, അതിൻ്റെ ബദലായിട്ട് അതിൻ്റെ വേരിയേഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മളിവിടെ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ടൂൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഗ്രേഡിയൻറ്റ്? ആക്ച്വലി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് 2 അതോ അതിൽ കൂടുതലോ കളേഴ്സ് നിങ്ങളുടെ ഡിസൈനിലോ അല്ലെങ്കിൽ പോസ്റ്ററിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാക്കും ആ ഒരു ടൂളുമാണ് നമ്മൾ ഫോട്ടോഷോപ്പിലാണെങ്കിലും ശരി, ഇല്ലുസ്ട്രേറ്റർ ആണെങ്കിലും ശരി, ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും ശരി, ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് പ്രഭാതം, അതായത് രാവിലെ കാണുന്ന ആ ഒരു കളർ സ്കീം, അതൊരു ഗ്രേഡിയൻ്റാണ്. കാരണം അതിൽ റെഡും അല്ലെങ്കിൽ രാവിലത്തെ ഒരു കളറെന്ന് പറയുന്നത് എന്താണ്? ഒരു നീല കളർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കളറിലേക്ക് വരുമ്പോൾ ഒരു ഒരു വേരിയേഷൻ ഇവിടെ ഉണ്ടാകും. ഇനി നമ്മൾ സന്ധ്യയ്ക്ക് നോക്കുവാണെങ്കിൽ ഒരുപക്ഷേ ആകാശം മഞ്ഞ നിറമായിരിക്കാം. മഞ്ഞ അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഓറഞ്ച്, റെഡ്, അതിൻ്റെയൊക്കെ വേരിയേഷൻസ് ആയിരിക്കും നമുക്കവിടെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമുക്കിനി എങ്ങനെ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ടൂൾ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേറ്ററിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ക്യാൻവാസ് എന്ന് പറയുന്നത് 1:1 എന്ന് പറയുന്ന ഒരു ക്യാൻവാസാണ്. അതായത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാൻവാസാണ്. അതിപ്പം നിങ്ങളിപ്പം അറിയണ്ട. നമുക്കത് യൂസേജനുസരിച്ച് നമുക്കത് മാറ്റാം. ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാൻവാസ് എടുത്തതെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് ടൂൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രേഡിയൻറ്റ് ടൂൾ. ജി എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് ടൂൾ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഡ്രാഗ് ചെയ്യാണ്. ഒന്നും വന്നില്ല. കാരണം നമ്മൾ എന്തിലാണ് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതെന്ന് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഞാനിത് എടുത്തിട്ട് ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ. സാധാരണ ഒരുപക്ഷെ നിങ്ങളതിനകത്ത് ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. പകരം ചിലപ്പം വേറെ ഏതെങ്കിലും കളറോ അല്ലെങ്കിൽ ഒരു കളറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഗ്രേഡിയൻറ്റ് മുമ്പേ യൂസ് ചെയ്തത് കൊണ്ട് ഞാനത് ഗ്രേഡിയൻറ്റ് വന്നെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു ക്യാൻവാസ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യുമ്പം റെക്റ്റാങ്കിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇനി ഇത് ഗ്രേഡിയൻറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങളുടെ അതിനകത്ത് ഒരുപക്ഷേ ഈ കളറായിരിക്കും വരുന്നത്. ഒരു സെക്കൻഡേ. ഓക്കെ. ഈ ഒരു കളറായിരിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് വരുന്നത്. കാരണം ഒരു ഗ്രേഡിയൻറ്റ് ആദ്യം എടുക്കുമ്പോൾ ഒരുപക്ഷേ ഇങ്ങനത്തെ ഒരു കളറായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടൂൾ ബാർ കാണും. അതായത് ഈ ടൂൾ ബാർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോയിൽ പോവുക. വിൻഡോയിൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വരുന്നതായിരിക്കും. അതായത് Ctrl+F9 എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ തൽക്കാലം ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് വരുന്നു. അപ്പം ഇനി ഇതിനകത്ത് തന്നെ പല ടൈപ്സ് ഉണ്ട്. അതായത് ലീനിയർ വേണോ അല്ലെങ്കിൽ റേഡിയൽ വേണോ, അതോ നിങ്ങൾക്ക് റാൻഡമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗ്രേഡിയൻറ്റ്, അതോ നിങ്ങൾക്ക് ഗ്രേഡിയൻറ്റ് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എവിടെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ബേസിക്കലി ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ലീനിയറും റേഡിയലും ഒക്കെയാണ്. റേഡിയൽ എന്ന് പറയുമ്പോൾ ഇത് റേഡിയൽ ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ റെഡ്, ഓറഞ്ച്. ഇനി നിങ്ങൾക്കിപ്പോൾ ഒരു കോഡായിട്ടാണ് ആ കളറ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം, അതായത് അപ്പുറത്തെ സൈഡിലെ കളർ നമുക്ക് ഈസിയായിട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യം. ഇനി നിങ്ങൾക്കിപ്പം ഇതിപ്പം ഇപ്പോൾ ഓപ്പോസിറ്റ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ തിരിച്ച് നിങ്ങൾക്കാക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു കളറ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കളർ റൈറ്റ് സൈഡിലേക്കും, റൈറ്റ് സൈഡിൽ കാണുന്ന കളർ ലെഫ്റ്റ് സൈഡിലേക്കും പോകുന്ന രീതിയിലാണ് ഈ ഒരു അതായത് റിവേഴ്സ് ഗ്രേഡിയൻറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റിവേഴ്സ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു റേഡിയൽ കളറാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷനിൽ
ഇതിൽ മിഡിലുള്ള ഓപ്ഷനായിട്ടുള്ള ഗ്രേഡിയന്റ്, അതായത് റേഡിയൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയൽ ആയിട്ടൊരു കാര്യം വരും. ഇനി നിങ്ങൾക്ക് ഏതൊരു ആംഗിളിൽ നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരിക്കലും റേഡിയലിൽ വർക്ക് ചെയ്യില്ല. കാരണം ഇത് ലീനിയറി മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. കണ്ടില്ലേ? ആ ഒരു ഓപ്ഷൻസ് അല്ലെ നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. ഏതൊരു ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു 36 ഡിഗ്രിയാണ് വേണമെങ്കിൽ അത് 36 ഡിഗ്രിയിലേക്ക് അത് നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇനി റേഡിയനിലേക്ക് വരുമ്പഴ് നമുക്ക് വേറൊരു സംഭവം കാണാം. ഇവിടെ ഒരു ആക്സെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം ഇപ്പം ഇത്രയും വേണ്ട. ഇപ്പം കുറച്ച് കുറയണം എന്നുണ്ടെങ്കിൽ 10% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഒരിത് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50% കൊടുക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. അത് പക്ഷേ സർക്കിളിന്റെ സൈസാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ബേസിക്കലി. സർക്കിളിന്റെ സൈസ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ 100% തന്നെ നമുക്കത് കൊടുത്തു. പക്ഷേ നമ്മളതിങ്ങനെ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല. കൂടുതലും ആൾക്കാര് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാറാണ് പതിവ്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്കത് നോക്കണ്ട. അതിന് വേറൊരു ട്രിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിനകത്ത് ഒപ്പാസിറ്റിയോടെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം വേണം എന്നുള്ളത്, അതായത് ഒപ്പാസിറ്റി നമ്മളുടെ ഇപ്പം 10% ഒപ്പാസിറ്റി ആണെങ്കിൽ അങ്ങനെ ഇപ്പം ഇവിടെയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ വന്നിട്ട് നമുക്കൊരു 40% മതി എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ലൊക്കേഷൻ പോലെ തന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ഇത് കൂടുതലും റേഡിയൽ അല്ല, നമ്മുടെ ലീനിയറിനകത്താണ് കൂടുതലും ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ഇപ്പം ഈ ഒരു ഓപ്ഷനെ ഗ്രേഡിയൻറ് സ്ലൈഡർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഓപ്ഷൻ്റെ വെച്ചിട്ട് ഇപ്പം ഈ ഒരു ഗ്രേയിഷ് കളറാണ് എനിക്ക് കൂടുതൽ വേണ്ടത്. ഇതിപ്പം വേറെ കളർ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഞാനതൊന്ന് കറക്റ്റായിട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ഈ കളറാണ് കൂടുതൽ എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാം. ഇനി എനിക്കതല്ല, എനിക്ക് കുറച്ചുകൂടെ വൈറ്റിഷ് കളറൊക്കെയാണ് എനിക്ക് വേണ്ടതെങ്കിൽ എനിക്ക് അതും ചെയ്യാം. ഓക്കെ. ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമുക്ക് ഒരു ഗ്രേഡിയന്റ് ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റേഡിയന്റ് നമ്മൾ നോക്കി. ഇനി ഈ ഒരു ഓപ്ഷൻ, അതായത് ഫ്രീഡം ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സോളിഡ് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോഡ് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിക്ക് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ പിക്ക് ചെയ്യാം. അപ്പം ഞാനൊരു ഓക്കെ, ഒരു ബ്ലൂ കളറാണ് എടുത്തത്. ഓക്കെ. യാ. ഇനി ഇത് എനിക്ക് കുറച്ചുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു സർക്കുലർ പാത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വലി ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ഓക്കെ. ഇവിടെയും അതുപോലെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കത് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഒരു കോർണർ ഒരു പാർട്ടേ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഈ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് അത്യാവശ്യം വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഗ്രേഡിയന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ആ ഒരു കീവേഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മാറുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി അല്ല, ക്ലിക്ക് ചെയ്താൽ അത് മാറും. ഓക്കെ. സോ ഇപ്പം കണ്ടില്ലേ? ഇപ്പം ഞാനിവിടെ സോളിഡ് കളർ അല്ലെങ്കിൽ ഇപ്പം സോളിഡ് കളർ ഗ്രേഡിയന്റുമായിട്ട് സ്വിച്ച് ചെയ്തിരിക്കുന്നു. അത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്യൂട്ടോറിയൽ. നമുക്ക് ചെറിയ രീതിയിൽ പഠിച്ച് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകാം. സോ ഇതാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടൂളിനെ പറ്റിയുള്ള ഒരു വീഡിയോ. സോ ഇപ്പം എൻ്റെ അടുത്ത വീഡിയോസ് കുറച്ചും കൂടി നമുക്കൊരു 2-3 ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ. സോ എനിവേ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.